വാഴ 2 കണ്ടു. നല്ല തരം വാഴകൾ തന്നെയാണ് ഇതിലുള്ള എല്ലാവരും. ഈ വാഴകളും അടിപൊളിയാണ്. ആദ്യത്തെ വാഴ കണ്ടവർക്കറിയാം ഈ പടത്തിന്റെ ഒരു ഡൈനാമിക്സും ഒരു ഫോർമാറ്റും എങ്ങനെയാണെന്ന്. അതേ മെത്തേഡ് തന്നെ, അതേ രീതി തന്നെയാണ് ഇതിന്റെ ക്രിയേറ്റേഴ്സ് ഫോളോ ചെയ്തേക്കുന്നത്. പക്ഷെ വളരെ എഫക്റ്റീവായിട്ട് വന്നിട്ടുണ്ട്. ഒരു കാര്യത്തിൽ അവർ വളരെയധികം ഇംപ്രൂവൈസ് ചെയ്തത് മേക്കിംഗ് ക്വാളിറ്റി അവർ 2 or 3 സ്റ്റെപ്പോ ഹൈ ആയിട്ടുണ്ട്. അത് എല്ലാ ഡിപ്പാർട്ട്മെന്റും, മേക്കപ്പ് ആണെങ്കിലും ശരി, സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും ശരി, മ്യൂസിക് ആണെങ്കിലും ശരി, ആർട്ട് വർക്ക് ആണെങ്കിലും ശരി, എല്ലാതും നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അത് അതിന്റെ ഇമ്പാക്ട് കാണാം. പറയല്ലേ, സ്ക്രിപ്റ്റ് ആക്ടിങ്ങിനെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത്, മൊത്തത്തിലുള്ള ആ ഒരു ക്വാളിറ്റി, പ്രൊഡക്ഷൻ ക്വാളിറ്റി അവർ സുപ്പീരിയർ ആയിട്ട് ഇതിൽ എടുത്തിട്ടുണ്ട്. അത് തന്നെ നല്ലൊരു ഇമ്പാക്റ്റ് ആണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടുക. ഇനി പടത്തിലേക്ക് വരികയാണെങ്കിൽ ആദ്യത്തെ വാഴ കണ്ടവർക്ക് അറിയാം. ആദ്യത്തെ വാഴയില് വാഴകൾ എന്ന് വിളിക്കുന്നത് തന്നെ നമ്മളെ ഒരു കളിയാക്കിയിട്ട് എന്ന രീതിയിലാണ് വിളിക്കുന്നത്. അങ്ങനെയുള്ള ആ ചെറുപ്പക്കാരുടെ, അതായത് ഈ പടത്തിന്റെ ക്യാപ്ഷൻ ടാഗ്ലൈൻ പറയണ പോലെ ബില്യൺസ് ഓഫ് ബയോപിക് എന്നൊക്കെ പറയണ പോലെ അതിന്റെ ആ ഒരു ഇത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു വരുന്ന രീതിയിൽ തന്നെയാണ് ആദ്യത്തെ വാഴ വന്നിരിക്കുന്നത്. ഇതും അതേ മെത്തേഡ് തന്നെയാണ്. ആദ്യത്തെ വാഴയിൽ വന്നിട്ടുള്ള ചെറുപ്പക്കാരെക്കാട് മാറി ഇതില് ഹാഷിറിന്റെ ടീമായിട്ടുള്ള ചെറുപ്പക്കാരുടെ കഥ അവരുടെ ഫാമിലിയുടെ ഉള്ളിലേക്ക് ഡീപ്പായിട്ടാണ് പോയിക്കുന്നത്. അത് വളരെ എൻഗേജിങ് ആയിട്ട് നമുക്കിങ്ങനെ കുറച്ചിരിക്കാൻ, ചിന്തിക്കാൻ, വിഷമിക്കാൻ, ആലോചിക്കാൻ, കരയാൻ, ചിരിക്കാൻ എല്ലാം ഉൾപ്പെടുന്ന ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ എന്ന പരിപാടിയിൽ വളരെയധികം വിജയിച്ചിട്ടുണ്ട് വിപിൻ ദാസൻ ടീം. വിപിൻ ദാസ് തന്നെയാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തേക്കണേലും നവാഗതനായിട്ടുള്ള സവിൻ ആണ് ഇതിന് ഡയറക്ട് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിന്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുറെ മ്യൂസിക് ഡയറക്ടർമാർ ഇതിന്റെ വരികളും ആണെങ്കിലും മ്യൂസിക് ഓരോ സോങ്സും അവരാണ്, വിവിധ ആൾക്കാരാണ് ഇത് ഡയറക്ട് ചെയ്തേക്കുന്നത്. മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് മ്യൂസിക്കിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പക്ഷെ ചെയ്തേക്കുന്നത് ടീം എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ടീമാണ്. പിന്നെ ഇതില് ഒരു പെർഫോമൻസ് ആണ് ഇതിന്റെ ഒരു ബാക്ക് ബോൺ. അതില് ഹാഷിറിന്റെ ടീമായിട്ടുള്ള അജീന്, വിനായക്, ആരാണ്, പിന്നെ അപ്പുറത്ത് വേറെ ഗാംഗിൽ വരുന്ന ചെറിയ റോള് വന്നിട്ടുള്ള അമീൻ ഗാങ് ആണെങ്കിലും, ഇതില് സീനിയർ റോള് വരുന്ന ബിജുക്കുട്ടൻ, സുധീഷ്, പ്രത്യേകിച്ച് ബിജുക്കുട്ടനും വിനായകനും തമ്മിലുള്ള ആ ഒരു അപ്പ് ആൻഡ് സൺ കോംബോ ആണ് ഇതിൽ ഏറ്റവും വർക്കൗട്ട് ആയിക്കണത്, ഏറ്റവും നല്ല രീതിയിൽ വന്നേക്കണത്. അത് കുറച്ച് നമുക്ക് ടച്ചിങ് ആയിട്ട് രീതിയിലാണ് അവർ എടുത്തേക്കണത്. അവരുടെ ആ ഒരു കെമിസ്ട്രിയും അവരുടെ ആ ഒരു ലവും നമുക്ക് എനിക്ക് നന്നായിട്ട് കണക്ട് ആയി. പേഴ്സണലി എനിക്ക് വളരെയധികം ടച്ചിങ് ആയി. പിന്നെ ആഷിറിന്റെ കോമഡിനെ കുറിച്ച് ഞാൻ പറയണേക്കാണ്ട് ഇവര് ആഷിറിന്റെ ഇമോഷണൽ സീൻസ് ഇതില് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇമോഷൻ സീൻസിൽ പെർഫോം ചെയ്യണതിൽ ആഷിർ ഇതില് നമുക്ക് അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല, നമ്മള് ഈവൻ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവില്ല. ഇതിൽ വളരെ ഇമ്പാക്ട്ഫുൾ ആയിട്ട് നമുക്കിങ്ങനെ ഫീൽ ആവും. അവന്റെ ചില ബോഡി ലാംഗ്വേജ് ആണെങ്കിലും ചില മാനറിസങ്ങളാണെങ്കിലും. വിനായക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിനായകനും ബിജുക്കുട്ടനും കോമ്പി നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അജിൻ കുഴപ്പമില്ല, സുധീഷ്, അജു വർഗീസ്, ഞാൻ പറഞ്ഞില്ല, ഇതില് എല്ലാ ആൾക്കാർക്കും എന്തെങ്കിലും ഒരു പെർഫോം ചെയ്യാനുള്ള റോള് കൊടുത്തിട്ടുണ്ട്. കോമഡി മാത്രമായിട്ട് എടുക്കാണ്ട് കോമഡിയും ഒരു ഫാമിലിയില് ഇങ്ങനത്തെ ഒരു ചെറുപ്പക്കാരെ വാഴകളെന്ന് വിളിക്കുന്ന ചെറുപ്പക്കാരുടെ ഇടയിൽ എന്തൊക്കെ സംഭവിക്കാം അതൊക്കെ ഇതിൽ സംഭവിക്കുന്നുണ്ട്. അത് നമുക്ക് നമ്മുടെ റിയൽ ലൈഫ്, ഡെയിലി ലൈഫിനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ ഒരു വൈബ്. നമ്മുടെ സാധാരണ അല്ലെങ്കിൽ ഇങ്ങനത്തെ ലൈഫിനോട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ എല്ലാം അടങ്ങുന്ന തമാശയും സങ്കടവും ചിരിയും എല്ലാം അടങ്ങുന്ന ഒരു പാക്കേജ്, അതാണ് വാഴ 2. അപ്പോൾ വാഴ ഫസ്റ്റ് കണ്ടവർക്കാണെങ്കിലും ഇനി വാഴ കാണാത്തവർക്കാണെങ്കിലും ഇതൊരു ഫ്രഷ് മൂവി എന്ന രീതിയിൽ സമീപിക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ലൊരു സിനിമാനുഭവം കിട്ടുമെന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത്. എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഫസ്റ്റ് വാഴയ്ക്ക് കിട്ടിയ സ്വീകാര്യത ഇതിനും കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. ഫസ്റ്റ് വാഴ കണ്ട് ഇഷ്ടപ്പെട്ടവര് എന്തായാലും ഇത് കാണണം. അവർക്ക് ഇത് കൂടുതൽ ചിലപ്പോൾ ഇഷ്ടപ്പെടാം. ഇഷ്ടപ്പെടുന്നതിന് അളവ് കുറയില്ല എന്ന അതിൽ മാത്രം ഒരു ഡൗട്ട് ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ഒരിക്കലും ഇത് ബോറടിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ബോറടിക്കാൻ ഞാൻ പറയില്ല, ഇതിൽ ത്രൂ ഔട്ട് കോമഡി, ഞാൻ പറഞ്ഞിട്ട് വാഴ കണ്ടവർക്ക് അറിയാം, ത്രൂ ഔട്ട് കോമഡി അല്ല, കോമഡിയും ഇമോഷൻസും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പടം, ഒരു പാക്കേജ്. ചെറുപ്പക്കാരായിട്ടാണെങ്കിലും ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിലും ഫാമിലി ആയിട്ടാണെങ്കിലും തിയേറ്ററിൽ പോയിട്ട് നല്ല ഒരു 2.5 മണിക്കൂർ തിയേറ്ററിൽ വെൽ സ്പെൻഡ് ആയിട്ട് വന്നു കിട്ടുന്ന ഒരു അനുഭവം കിട്ടുന്ന, ഒരു നല്ല സിനിമ കണ്ട അനുഭവം കിട്ടുന്ന ഒരു പടം. അപ്പോൾ നിങ്ങൾ തിയേറ്ററിൽ പോവുക, ഈ പടം കാണുക, നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും എന്നെ കമന്റ് സെക്ഷനിൽ പങ്കുവയ്ക്കുക. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, ഷെയർ ചെയ്യുക.